സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർത്തെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തെറ്റിദ്ധാരണകളിൽ ചിലത് പറഞ്ഞു തീർത്തെന്നും ചർച്ച തുടരുമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങളും വ്യക്തമാക്കി. സമസ്ത ലീഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ശേഷമാണ് നേതാക്കൾ പ്രതികരിച്ചത്. വളരെ തൃപ്തികരമായ രീതിയിലാണ് അവിടെ എല്ലാവരും തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. എല്ലാവർക്കും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അതിനെല്ലാം അത് നേതൃത്വം ശ്രദ്ധയോടെ അത് കേൾക്കുകയും അതിൻ്റെ പരിഹാരം തുടർ ദിവസങ്ങളിൽ ഉള്ള നടപടികളിലൂടെ അതിൻ്റെയൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതുമാണ് എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പരസ്പരം ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു തീർക്കാനാണ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത് ഏകദേശം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ബാക്കി അതിലേക്ക് ചില നിർദ്ദേശങ്ങളും മറ്റൊക്കെ പിന്നീട് അതിനെ സംബന്ധിച്ച് ഒന്നുകൂടി വിശദമായി കൊണ്ട് ഇരുന്ന് ഒരു പൂർണ്ണമായ രൂപത്തിൽ അടുത്ത ദിവസം ഒരാഴ്ചൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചൻ്റെ ഉള്ളിലോ അത് തീരുമാനിക്കപ്പെടും. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ഷഹദ്, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ രീതിയിൽ സമസ്തയും ലീഗും തമ്മിൽ പല വിഷയങ്ങളിലായി ഉണ്ടായ അഭിപ്രായ ഭിന്നതകൾ, അത് പലപ്പോഴായി ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊക്കെ വലിയ വാർത്തയായതാണ്. ഇപ്പോൾ അതിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് ഇരു സംഘടനകളും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിൽ എന്താണ് ഇന്നത്തെ നേതാക്കളുടെ പ്രതികരണം? എന്തൊക്കെ വിഷയങ്ങളിലാണ് ഇനി തുടർ ചർച്ചകൾ ഉണ്ടാവുക? ഷഹദ്. പ്രജീൻ, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ലീഗ് തന്നെ മുൻകൈയെടുത്ത ഇത്തരത്തിലൊരു അനുരഞ്ജന ചർച്ചയ്ക്ക് തയ്യാറായത് എന്ന് വേണം ആദ്യം തന്നെ പറയാൻ. ഇപ്പോൾ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്, അതായത് പരസ്പരം തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, ആ തെറ്റിദ്ധാരണകൾ പറഞ്ഞു കുറേയൊക്കെ പരിഹരിച്ചു എന്നുള്ളത്. എന്നാൽ പൂർണ്ണമായിട്ട് പരിഹരിച്ചു എന്ന് നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് നമുക്ക് നേതാക്കളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപും സമാനമായ രീതിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു, അനുരഞ്ജനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പലപ്പോഴും അത് ബ്രേക്ക് ആകുന്ന, അല്ലെങ്കിൽ ഇടയ്ക്കെപ്പോഴോ അത് വീണ്ടും രണ്ട് വഴിയിലേക്ക് മാറുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും സമാനമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞ് ഒരു ധാരണയിലാക്കിയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണ അർത്ഥത്തിൽ ഇത് ഒരു അന്തിമ തീരുമാനത്തിൽ അല്ലെങ്കിൽ പരസ്പരം ഒന്നാണ് എന്ന് പറയാൻ ഇപ്പോഴും സാധിക്കില്ല എന്ന് വേണം നമുക്ക് ഇന്നത്തെ യോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറെക്കാലം സംസ്ഥയുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്ത അല്ലെങ്കിൽ വിവാദങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു CIC-യുമായി ബന്ധപ്പെട്ട്. ആ CIC-യുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴും ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അത് നേതാക്കൾ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് നേരത്തെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയായിരുന്നു. ഇപ്പോഴും അതിന്റെ ചുമതല അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പണ്ട് സമസ്ത മാത്രമായിരുന്നു ഈ CIC വിഷയം എത്രയും വേഗം തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ ചർച്ചയിൽ ഇരു വിഭാഗങ്ങളും, അതായത് സമസ്തയും മുസ്ലിം ലീഗും ഒരുപോലെ CIC വിഷയം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ഒരു സമവായത്തിലെത്തിയിട്ടുണ്ട്. ആ വിഷയം ഇനി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചർച്ച നടത്തും. തുടർന്ന് ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം കൂടി ചേരും. അന്ന് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.